ഹലോ, എല്ലാവർക്കും ക്രിയേറ്റീവ് ഹോബീസ് വിത്ത് മമ്മ ആൻഡ് മീയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ നഗറ്റാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചിക്കനാണ്. അത് വഴിയെ കാണിച്ചു തരാം. ഇതിൽ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ബ്രെഡ് ആവശ്യമുണ്ട്. ഈ ബ്രെഡ് ഇതുപോലെ സൈഡ് നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് ആ വെള്ള പാർട്സായിട്ട് എടുക്കുക. അതാണ് നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് അരച്ചെടുക്കാൻ പോകുന്നത്. ഇതുപോലെ മാറ്റിയെടുക്കുക. ഈ കഷ്ണങ്ങൾ നമ്മൾ കളയുന്നില്ല കേട്ടോ. ഇത് നമ്മൾ ഇതിലെ ബ്രെഡ് ക്രംസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മൾ മാറ്റി വയ്ക്കുക. ഇതിലേക്ക് ഏകദേശം ഒരു 9 കഷ്ണത്തോളം ബ്രെഡ് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു കുറച്ച് വെള്ളം അല്ലെങ്കിൽ പാലോ എടുത്തിട്ട് അതിൽ മുക്കിയെടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്ത് പരമാവധി വെള്ളം കളഞ്ഞെടുക്കുക. ഇതേപോലെ മുക്കിയെടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കുക കേട്ടോ. കൈ കൊണ്ട് പരമാവധി വെള്ളം കളഞ്ഞെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ പിഴിഞ്ഞ് ഇതേപോലെ തന്നെ കളഞ്ഞെടുക്കുക. ഇതാണ് നമ്മൾ ചിക്കനിൽ ചേർത്തിട്ട് അരച്ചെടുക്കുന്നത്. പാൽ ഉപയോഗിക്കുന്നവർക്ക് പാൽ ഉപയോഗിക്കാം കേട്ടോ. ഇതുപോലെ എടുക്കുക. അതിപ്പോൾ ചിക്കൻ ഇതാണ് എല്ലില്ലാത്ത ചിക്കനായിട്ട് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കണേ. ഇതുപോലുള്ള ചിക്കൻ ഏകദേശം 250 ഗ്രാമോളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബ്രെഡ് ക്രംസ് പൊടിച്ചെടുത്ത ജാറിലേക്ക് ആ ചിക്കൻ എല്ലില്ലാത്ത ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ നല്ല രീതിയിൽ അരച്ചെടുക്കണം. ഈ ബ്രെഡ് ക്രംസ് ഇതിൽ പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മളിതിലേക്ക് വീണ്ടും ഈ നനച്ചെടുത്ത ബ്രെഡ് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുന്നതാണ്. 2 തരത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ നമുക്കിത് വെള്ളത്തിൽ പിഴിയാണ്ട് ബ്രെഡ് ക്രംസ് പൊടിച്ചെടുത്തിട്ട് അത് മാറ്റി വെച്ച് ചിക്കൻ ഇതുപോലെ അരച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ചിക്കൻ നല്ല രീതിയിൽ ബ്രെഡും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം കോൺഫ്ലോർ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം ജീരകം, ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ്, അതുപോലെ നമുക്ക് 1 ടീസ്പൂണോളം സോയ സോസ് വേണം ഇതിലേക്ക്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസ്, അതിലേക്ക് അതുപോലെ തന്നെ നമ്മൾ 1 ടീസ്പൂണോളം വിനാഗിരിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. വലിയ ടീസ്പൂണല്ല, ചെറിയ ടീസ്പൂണിൽ കേട്ടോ. അതുപോലെ ഇതിലേക്ക് നമ്മൾ ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് അല്ലെങ്കിൽ നമ്മൾ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂണോളം ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ഇതേപോലെ തന്നെ അരച്ചെടുക്കുക മിക്സിയുടെ ജാറിൽ തന്നെ. എന്നിട്ട് നമ്മൾ ഒരു ചെറിയൊരു പാത്രം എടുക്കുക. നമ്മൾ ഊണൊക്കെ കഴിക്കുന്ന പ്ലേറ്റിൽ അതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ കയ്യിലും ലേശം എണ്ണ തടവുക കേട്ടോ. എന്നിട്ട് ഈ പ്ലേറ്റിൽ ഈ എണ്ണ കംപ്ലീറ്റ് എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. ഇതേപോലെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ ഈ അരച്ചെടുത്ത മിക്സ് ഇല്ലേ, ചിക്കൻ്റെയും ബ്രെഡിൻ്റെയൊക്കെ കൂടിയിട്ടുള്ള മിക്സ്, അത് ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ പരത്തി കൊടുക്കുക. ഇതേപോലെ പരത്തി കൊടുക്കുക. നമ്മളിത് അരച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാ അവസ്ഥയ്ക്കും നമ്മളെല്ലാ മിക്സുകളും കംപ്ലീറ്റ് എത്തിച്ചേരുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കയ്യിൽ എണ്ണ ഉണ്ടാവണം കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതുപോലെ പരത്തി കൊടുക്കുക. നല്ല രീതിയിൽ എല്ലാ സൈഡിലും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ പരത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെറ്റാവും. അപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വറുത്ത് കോരി എടുക്കാവുന്നതാണ് കേട്ടോ. ഇതേപോലെ നമ്മൾ പരത്തിയതിന് ശേഷം 1/2 മണിക്കൂറോളം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് അതൊന്ന് സെറ്റാവാനായിട്ട് അനുവദിക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഒരു മുട്ടയാണ്. ഈ മുട്ടയിലേക്ക് നമ്മൾ ഒരു നുള്ളു ഉപ്പിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കുക. നമ്മൾ ഈ ബാറ്ററിൽ ഇത് നമ്മൾ ചെറിയ ഉരുളകളായിട്ടാണെങ്കിൽ ഉരുളകളായിട്ടല്ല നമ്മൾ ഇഷ്ടമുള്ള ആകൃതിയിൽ എടുക്കുമല്ലോ. അതിനുശേഷം ഇതിലേക്ക് മുക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വരുന്നത്. ഇതുപോലെ മുട്ട അടിച്ചെടുത്ത് വയ്ക്കുക. അതേപോലെ എൻ്റെ ചിക്കൻ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞു ഞാനിത് പുറത്തേക്ക് എടുത്തു. നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിത് ഇതേപോലെയല്ല വറുത്തെടുക്കുന്നത്. ഞാൻ ഇതേപോലെ ഇങ്ങനെ സ്ക്വയറായിട്ട് നീളത്തിൽ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് പിന്നെ അത് ഓരോ ഭാഗങ്ങളായിട്ട് ഒരു പറയാ ഓവൽ ഷേപ്പ് എന്ന് പറയാം, അതുപോലെ ആക്കി എടുത്തിട്ടാണ് കേട്ടോ ഞാൻ വറുത്ത് പോരുന്നത്. ഇതുപോലെ മുറിച്ചെടുത്ത ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് എടുത്ത് നമുക്കിഷ്ടമുള്ള ഇങ്ങനെയാണെങ്കിലും വറുത്ത് കോരാം. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലും ചെയ്യാം. ഞാൻ ഇങ്ങനെയല്ല ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ഓരോ കഷ്ണങ്ങളെടുത്ത് കയ്യിലെടുത്തിട്ട് ചെറിയ ചെറിയ രൂപത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലെടുത്തിട്ട് വറുക്കാം. ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് അടുത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മൈദയാണ്. മൈദ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അത് ചെറിയൊരു കഷ്ണം എടുത്ത് നമുക്കിഷ്ടമുള്ള ഒരു ആകൃതിയെല്ലാം ആക്കിയെടുക്കുക. എന്നിട്ട് ഈ മൈദയുടെ കോട്ടിങ്ങിൽ മുക്കുക. അതിന് ശേഷം നമ്മൾ മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് ഞാൻ നേരത്തെ ശരിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ പൊതിഞ്ഞെടുക്കുക. ബ്രെഡ് ക്രംസ് കൊണ്ട് ഇതേപോലെ നല്ല രീതിയിൽ പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അതിപ്പോൾ അടുത്തത് ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുത്തിട്ട് അത് മൈദയുടെ പൊടിയിൽ മുക്കുക.
മുട്ടയുടെ ബാറ്ററിൽ മുക്കുക. അതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ പൊതിയുക കേട്ടോ. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്കിത് വറുത്ത് കോരി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അത് ഇതേപോലെ എടുക്കുക. ഇത് ഞാൻ എല്ലാനും ശരിയാക്കിയിട്ടുണ്ട്. എനിക്കിത്ര ആണ് ഇതിലേക്ക് നഗറ്റ് കിട്ടിയത് കേട്ടോ. ഞാൻ എണ്ണ നല്ല രീതിയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ മീഡിയം തീയിൽ വെച്ച് എണ്ണ ചൂടാക്കുക. മീഡിയം തീയിൽ വെച്ച് തന്നെ ഇത് വറുത്ത് കോരുക. എണ്ണ ചൂടായി കിടക്കുന്നതിനാൽ നമുക്ക് അടുത്തുനിന്ന് പോകാനൊന്നും സാധിക്കില്ല. അടുത്തുനിന്ന് തന്നെ വേഗം വേഗം ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നല്ല മുരിഞ്ഞ രീതിയിൽ തന്നെ വറുത്ത് കോരുക. നല്ല ഗോൾഡൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിതുപോലെ വറുത്തിട്ട് നിങ്ങളുടെ മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ നമുക്ക് കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പോ ടൊമാറ്റോ സോസൊക്കെ ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. മയോണൈസും നല്ല രസമാണ് കേട്ടോ. ഞാനിത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒപ്പമാണ് സോസിൻ്റെ ഒപ്പമാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് നമ്മൾ വറുത്ത് കോരി എടുക്കുക. നിങ്ങളെല്ലാവരും നിങ്ങൾക്കിത് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വീട്ടിലും ട്രൈ ചെയ്യണം കേട്ടോ. നമ്മളിത് എടുക്കുന്ന നേരത്ത് ഫുൾ തീയിലിട്ട് കൊടുത്തിട്ട് നമ്മളിത് ഇതേപോലെ അങ്ങോട്ട് കോരിയെടുക്കുക. അപ്പം ഒരു തരി പോലും എണ്ണ ഇത് കുടിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ ടൊമാറ്റോ സോസിൻ്റെ കൂടാണ് ഇത് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ എൻ്റെ ചിക്കൻ നഗറ്റ്? താങ്ക് യു ഫോർ വാച്ചിങ്.